ഹലോ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കിലുണ്ടായ ഒരു കുഞ്ഞു വിശേഷം കണ്ടിട്ട് വരാം. അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം പുറത്തുനിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സദ്യയല്ല, ചോറ് മീൽസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ പായസമാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു പായസം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ പായസമൊക്കെ കുടിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഈ ഏട്ടൻ്റെ കോൾ. അച്ചു, ഇന്നൊരു സ്ഥലം വരെ പോകാമെന്ന്. ഓൺ ദ സ്പോട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല ഏട്ടാന്ന് പറഞ്ഞു. കാരണം എപ്പോഴും ഏട്ടൻ എന്നോട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നിന്നോട് എന്ത് പറഞ്ഞാലും ഫസ്റ്റ് നീ നോ എന്ന് പറയുന്നത് നിർത്തണമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, അതങ്ങ് പറഞ്ഞു പോകും. പിന്നെ എസ്പെഷ്യലി ഇങ്ങനെ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് എവിടെയും പോകാമെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം എനിക്കിങ്ങനെ ലേറ്റായിട്ട് കിടക്കുന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരാളാണ് ഞാൻ. എനിക്കറിയില്ല, എന്തോ പോലെയാണ് എനിക്ക് സമയം. ഞാൻ എണ്ണും രാത്രി കിടക്കുമ്പോൾ എത്ര മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. പക്ഷേ ഏട്ടൻ പറഞ്ഞു ഇതൊരു ചാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഏട്ടൻ മനസ്സിൽ നമ്മളിന്ന് എന്തായാലും പോകുമെന്നുള്ളത് കരുതി കൂട്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഒരു ഫോർമാലിറ്റിക്കാണ് എന്നെ വിളിച്ച് ചോദിച്ചത്, പോവാം എന്നുള്ള രീതിയിൽ. എനിവേസ് എന്നെ ബസ് ഇറങ്ങുന്ന സമയത്ത് സ്ഥലത്ത് പിക്ക് ചെയ്യാനൊക്കെ ഏട്ടൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം വീട്ടിലെത്തി ചാടപ്പട ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ പോകുന്നത് ഖലീഫ മൂവീൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഇവിടെ ദുബായ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ട് അതിലുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പുള്ളി വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതേ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതേടാ പൃഥ്വിരാജ് നിൽക്കുന്നു. നമ്മൾ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര, പക്ഷേ എനിക്ക് സാധാരണ ഇങ്ങനെ നടന്മാരൊന്നും കാണാൻ വലിയ വികാരമൊന്നും തോന്നാത്തതാണ്. പക്ഷേ പൃഥ്വിരാജ് എമ്മാതിരി ലുക്കാണെന്നറിയാം. സൂപ്പർ അടിപൊളി, ഭയങ്കര ഫിഗർ, ഭയങ്കര ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രൗഡിയുള്ളൊരു മനുഷ്യൻ. എനിവേസ് പൃഥ്വിരാജിനെ കണ്ടു, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ പൃഥ്വിരാജ് അങ്ങനെ നടന്നു വരുന്നുണ്ട്. നമ്മൾ തൊട്ടിപ്പുറത്ത് കൂടിയൊക്കെയാണ് നടന്നു വരുന്നത്. അങ്ങനത്തെ പൃഥ്വിരാജിനൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി. ഒരു 8-8:30 ആകുമ്പം വീട്ടിലെത്തിയോണ്ട് സമാധാനമായിരുന്നു, വേഗം കിടന്നുറങ്ങാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞു വിശേഷം. അടുത്ത വിശേഷമായിരുന്നു വരുന്നവരെ. ബൈ, സീ യു.